നമസ്കാരം. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും നേരെയാകില്ല എന്ന് പറയും പോലെ തന്നെയാണ് പാകിസ്ഥാന്റെയും കാര്യം. എത്ര കിട്ടിയാലും പഠിക്കില്ല. തകർന്ന് തരിപ്പണമായി ഇരിക്കുമ്പോഴും പാകിസ്ഥാന് ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ: ഇന്ത്യയെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണം, ഇന്ത്യയിൽ ആക്രമണം അഴിച്ചുവിട്ട് സമാധാനമില്ലാതാക്കണം. ജമ്മു കശ്മീരിലെ ശാന്തിയും സമാധാനവും തകർക്കാൻ പാക് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ ഇ മുഹമ്മദും വീണ്ടും പുതിയ ഏകോപിത ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുകയാണ്. നമ്മുടെ ധീരമായ ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടിക്ക് പ്രതികാരം ചെയ്യാനാണ് ഈ ഭീകര സംഘടനകൾക്ക് പാകിസ്ഥാൻ വീണ്ടും പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. നിയന്ത്രണ രേഖയിൽ പാക് സൈന്യത്തിന്റെ സ്പെഷ്യൽ സർവീസസ് ഗ്രൂപ്പിന്റെയും, അതായത് SSG, അതും ചാരസംഘടനയായ ISIയുടെയും പൂർണ്ണ പിന്തുണയോടെയാണ് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വ്യോമ നിരീക്ഷണം നടത്തുകയും ഫിദായിൻ ശൈലിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ കോപ്പ് കൂട്ടുകയും ചെയ്യുന്നു എന്ന വിവരങ്ങൾ നമ്മെ ഞെട്ടിക്കുന്നതാണ്. അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കായി മുൻ SSG സൈനികരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡർ ആക്ഷൻ ടീമുകളെ പാകിസ്ഥാൻ പുനർവിന്യസിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണ്. ഭീകരതയെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയ രാജ്യമാണ് പാകിസ്ഥാൻ. ഭീകരവാദത്തിനായി പാകിസ്ഥാൻ പുതുവഴികൾ തേടുകയാണ്. ജെയ്ഷെ ഇ മുഹമ്മദ് രൂപീകരിച്ച ജമാഅത്ത് ഉൽ മോമിനാത്ത് എന്ന വനിതാ ബ്രിഗേഡ് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. ഈ നീക്കം സ്ത്രീകളെ കൂടി ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള പാകിസ്ഥാന്റെ ധാർമ്മികത ഇല്ലാത്തതാണ് എടുത്തു കാണിക്കുന്നത്. ഭീകര പ്രവർത്തനങ്ങൾക്കായി പാകിസ്ഥാൻ എന്തും ഏതും ചെയ്യുമെന്നതിന്റെ തെളിവുകളാണ് ഇതൊക്കെ. കശ്മീരിൽ ജനാധിപത്യ പ്രക്രിയകളും വിനോദസഞ്ചാരവും തിരിച്ചുവന്ന് സാധാരണ നില കൈവരിക്കുമ്പോൾ അത് തകർക്കാനാണ് പാകിസ്ഥാൻ വീണ്ടും ഭീകരവാദവുമായി വരുന്നത്. മയക്കുമരുന്ന് ഭീകരവാദ ശൃംഖലകൾ വിപുലീകരിച്ച് കശ്മീരിലേക്ക് കൂടുതൽ അസ്ഥിരത അഴിച്ചുവിടാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണ്. പാക് അധിനിവേശ കശ്മീരിൽ വെച്ച് ISI ഉദ്യോഗസ്ഥർ ഭീകര സംഘടനകളുടെ മുതിർന്ന അംഗങ്ങളുമായി യോഗം ചേർന്ന് നമ്മുടെ സുരക്ഷാ സേനകൾക്കെതിരെയും രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെയും പ്രത്യാക്രമണങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നുവെന്ന റിപ്പോർട്ട് പാകിസ്ഥാന്റെ ദുഷ്ടലാക്ക് എത്രമാത്രം വലുതാണെന്ന് എടുത്തു കാണിക്കുന്നു. എന്നാൽ ഈ നീക്കങ്ങളൊന്നും ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തിനു മുന്നിൽ വിലപ്പോവില്ല. നമ്മുടെ സൈന്യം അതീവ ജാഗ്രതയോടെ ഓരോ നീക്കത്തെയും നിരീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ എല്ലാ ഗൂഢാലോചനകളെയും തകർത്തെറിയാൻ സജ്ജമാണ്. ഭീകരവാദത്തിന്റെ വേരറുത്തു മാറ്റി ജമ്മു കശ്മീരിന്റെ സുരക്ഷയും സമാധാനവും സംരക്ഷിക്കാൻ നാം ഒറ്റക്കെട്ടായി പ്രതിജ്ഞ എടുക്കണം. പാകിസ്ഥാൻ അതിന്റെ ഭീകരവാദ നയം ഉടൻ ഉപേക്ഷിച്ചില്ലെങ്കിൽ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഓപ്പറേഷൻ സിന്ദൂരിൽ തകർന്നടിഞ്ഞ ഭീകരതയുടെ താവളങ്ങൾ ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ പുതിയ സൂചനകളാണ് പുറത്തു വരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ലഷ്കറിന്റെയും ജെയ്ഷയുടെയും യൂണിറ്റുകൾ അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതും മുൻ SSG സൈനികരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡർ ആക്ഷൻ ടീമുകളെ വീണ്ടും വിന്യസിക്കുന്നതുമൊക്കെ. ഈ ഓപ്പറേഷൻ സിന്ദൂർ വഴി ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരരുടെ 9 താവളങ്ങളാണ് തകർത്തെറിഞ്ഞത്. പാകിസ്ഥാൻ ഭീകരതയുടെ ഈ നവീകരിച്ച തന്ത്രം ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഭീകരവാദത്തിന് സഹായം നൽകുന്നത് സ്വന്തം രാജ്യത്തിന്റെ നാശത്തിലേക്ക് നയിക്കുമെന്ന പാഠം പാകിസ്ഥാൻ എന്ന രാജ്യം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സൈന്യത്തിന്റെ നിരീക്ഷണ ശേഷിയും പ്രതികാര ശേഷിയും ചോദ്യം ചെയ്യാനാവാത്തതാണ്. ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം പാകിസ്ഥാന് താങ്ങാനാവില്ല. ഇത് വെറുമൊരു അതിർത്തിയിലെ മാത്രം പ്രശ്നമല്ല. ഭീകരതയെ രാഷ്ട്രീയ ആയുധമാക്കിയ പാകിസ്ഥാന്റെ തകർച്ചയുടെ കൂടി പ്രതിഫലനമായിരിക്കും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ സന്ദേശം വ്യക്തമാണ്: ഭീകരർക്ക് ഒളിച്ചോടാൻ ഒരിടവുമില്ല. അവരുടെ താവളങ്ങൾ തകർത്തിടുമ്പോഴും പാകിസ്ഥാൻ വീണ്ടും അതേ പാതയിൽ സഞ്ചരിക്കുന്നു. ജെയ്ഷെന്റെ പുതിയ വനിതാ ബ്രിഗേഡുകൾ പ്രഖ്യാപിക്കുന്നത് പാകിസ്ഥാന്റെ നിരാശയും ധാർമ്മികതയുടെയും പരാജയമാണ്. ഈ ഭീഷണികളെ നേരിടാൻ നാം നമ്മുടെ സ്വയം പര്യാപ്തതയിലും സൈനിക ശേഷിയിലുമുള്ള വിശ്വാസം ശക്തിപ്പെടുത്തണം. ഇന്ത്യൻ സുരക്ഷാ സംവിധാനങ്ങൾ ഒരിക്കലും ഉറങ്ങുന്നില്ല. ഭീകരവാദത്തിന്റെ ഈ നയം തിരുത്തപ്പെടാതെ പാകിസ്ഥാന് സമാധാനമില്ല. ലോകത്തിന് ഭീഷണിയായി തന്നെ പാകിസ്ഥാൻ എന്ന രാജ്യം ഇനിയും തുടരും.